പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം നവയുഗ ക്രിസ്തു അനുയായികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ വചനഭാഗങ്ങളായി എനിക്ക് ബോധ്യപ്പെടുന്നു. കാരണം ഒരു മനുഷ്യൻ പറയുന്നത് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധിയുടെ ഇടങ്ങളിൽ അശുദ്ധി കൈയടക്കിയിരിക്കുന്നത് നമ്മൾ കാണുന്നു. ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ്, ആരാണ് പരിശുദ്ധാരൂപിയാൽ പ്രചോദിതരായി നമ്മളോട് സത്യം പറയുന്നത്, ആരാണ് സാത്താൻ്റെ സന്തതികൾ, ഇതൊന്നും നമ്മൾക്ക് അറിയുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ പോലും കച്ചവട വസ്തുവായി ഉപയോഗിക്കുന്ന ഇന്നത്തെ രീതികൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ ഏക ആശ്രയം കർത്താവ് മാത്രം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം 2 ദിവസം മുമ്പാണ് ഒരു എറണാകുളത്ത് ധനാഢ്യർ മാത്രം പഠിക്കുന്ന വലിയ പബ്ലിക് സ്കൂളിൽ ഒരു 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞത്. വലിയ ദുഃഖം തോന്നി. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഇതിനെ പ്രേരിപ്പിച്ച കുട്ടികൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പോഴും ഇതെന്തേ നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ ആകുന്നത് എന്ന ഒരു ചിന്ത. ഇപ്പം മക്കളങ്ങനെയാണെങ്കിലും മിക്കവാറും കാരണന്മാരും അങ്ങനെയൊക്കെ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ആകാൻ സാധ്യത കുറവാണ്. അപ്പം അവർ ഒരു സൈഡിൽ ഇങ്ങനെ സ്കൂളിനെയൊക്കെ പറയുന്നു, സ്കൂളുകാർ പറയുന്നു തെളിവില്ല, അതാണ് ഇതാണെന്നൊക്കെ സ്കൂളുകാർ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ അമ്മാവൻ ലിങ്ക്ഡിനിലൊരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ മരിച്ചു പോയ കുഞ്ഞിൻ്റെ അപ്പൻ ഇന്ന് വേറെ പോസ്റ്റ് ഇടുന്നു. എല്ലാം കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇതെല്ലാം പരസ്പര വിരുദ്ധം. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ഏത് സത്യം ഏത് അസത്യം എന്നൊക്കെ പിടികിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവം മാത്രമാണ് നമുക്ക് തുണ. അപ്പോൾ എഫെസോസ് 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമായിട്ടാണ് പടവെട്ടുന്നത്. സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അത് നമ്മുടെ പുരോഹിത വർഗത്തിനെ ഉദ്ദേശിച്ചാണോ ഇത് പറയുന്നതെന്ന് തോന്നിപ്പോകുന്നു. ഇപ്പോൾ സ്വർഗീയ ഇടങ്ങളിൽ, വിശുദ്ധിയുടെ ഇടങ്ങളിൽ പോലും തിന്മയുടെ ദുരാത്മാക്കൾ ഉണ്ടെന്ന് ഈ വചനം വ്യക്തമായി പറയുന്നു. സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് മാത്രം, മനുഷ്യൻ്റെ
ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇതിനെ ഒന്നും ജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഇനി പറയുന്നു എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കുകയും, സത്യത്തിൻ്റെ പുറകെ നമ്മൾ പോകണം. സൗകര്യങ്ങളുടെ പുറകെ പോകരുത്, സത്യത്തിൻ്റെ പുറകെ പോകണം. നീതിയുടെ കവചം ധരിച്ച് നീതിമാന്മാരായി നമ്മൾ ജീവിക്കണം. നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സമാധാനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ ചരിക്കണം. ആരൊക്കെ വിഘടനവാദവുമായി വരുന്നുവോ അവരെയെല്ലാം നമ്മൾ ചെറുത്തു തോൽപ്പിക്കണ്ട. അവരിൽ നിന്നൊക്കെ അകന്നു പോകുവിൻ, അവരെ ഒറ്റപ്പെടുത്തുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷമാകുന്ന ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. കർത്താവിൽ വിശ്വസിക്കുവിൻ. കർത്താവിനെ മാത്രം വിശ്വസിക്കുവിൻ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവിൻ. പൂർണ്ണ വിശ്വാസം അവനിൽ അർപ്പിക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. വചനാധിഷ്ഠിതമാകട്ടെ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും. അത് വചനാധിഷ്ഠിതമാകണമെങ്കിൽ അനുദിനം നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും മനനം ചെയ്യുന്നവരും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരുമാകണം. ഇപ്രകാരമൊക്കെ ചെയ്താൽ നമുക്ക് ഈ ലോകത്തിൻ്റെ കുടില തന്ത്രങ്ങളെയൊക്കെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യരും മക്കളുമൊക്കെയായി സമാധാനത്തിലും ഐശ്വര്യത്തിലുമൊക്കെ ഈ കുലിഷിതമായ ഈ ലോകത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അവരിവരും പറയുന്നത് നമ്മൾ കേട്ട് തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല. പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുക, അവനെ വിശ്വസിക്കുക, അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. വിശുദ്ധിയുടെ ഇടങ്ങളിൽ പോലും പൈശാചിക ശക്തികളാണ്. അവരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്നൊക്കെ അകന്നു പോവുക. അവരുടെ പിന്നാലെ ജയം വിളിച്ചൊന്ന് നടന്ന് ക്രിസ്തുവിനെ എതിരായി പോകും. അതൊന്നും ചെയ്യരുത്. വീണ്ടും മാർക്കോസ് എഴുതിയ സുവിശേഷം 50-ാം അധ്യായം 33-37. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഈ വിഘടനവാദവും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമവും തെറിവിളിയും എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? എനിക്കൊന്നാമനാകണം എന്നുള്ള ചിന്തയിൽ നിന്നാണ്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ചിന്തയിൽ കൊണ്ടാണ്. എനിക്ക് വിജയിക്കണം അറ്റ് എനി കോസ്റ്റ്. ക്രിസ്തുവിനെ വിട്ടിട്ടാണെങ്കിലും ശരി, എനിക്ക് വിജയിക്കണം എന്ന ചിന്താഗതി വരുമ്പോഴാണ് അക്രമങ്ങളൊക്കെ കുർബാന അർപ്പിക്കുന്നിടത്ത് തന്നെ അരങ്ങേറുന്നത്. ദൈവത്തിന് പുല്ലുവില. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ
അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുമ്പോൾ നമ്മൾ വിജയിക്കും. ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കും. ക്രിസ്തു നമ്മുടെ കൈപിടിച്ച് നമ്മൾ പോലും വിചാരിക്കാത്ത ഉയരങ്ങളിൽ നമ്മളെ നടത്തും. അതിന് ആദ്യത്തെ മൈൻഡ് സെറ്റ് സെർവൻറ്റ് ലീഡർഷിപ്പ്. ഐ ആം എ സെർവൻറ്റ് ഓഫ് ഓൾ. ഞാൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ഈ കാലഘട്ടത്തിൽ വിജയിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ ഏറ്റവും ബലവത്തായ വചനങ്ങളിലൊന്ന്. നിന്നെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുക, ശത്രുവിന് നന്മ ചെയ്യുക. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുക, മറ്റുള്ളവരെ നമ്മളെക്കാൾ കൂടുതലായി പരിഗണിക്കുക. അപ്പോൾ സ്വർഗരാജ്യം സംജാതമാകും. ഇതാണ് ഇന്നത്തെ നവയുഗ ക്രിസ്തു അനുയായികൾ മനസ്സിലാക്കേണ്ടതും പാലിക്കേണ്ടതും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, വർഷിപ്പ് യു, അഡോർ യു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ.